എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഭോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ എന്ന വചനമാണ്. ഭോഷത്വം മാത്രം ജീവിതത്തിനകത്ത് ഉള്ളവർ ഉയർച്ചകളും നന്മകളും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ലഭിക്കുമ്പോഴും അവരുടെ ഭോഷത്വം വിട്ടുകളയായിക കൊണ്ട് അവർക്കുണ്ടായതായ നേട്ടങ്ങളിലും നന്മകളിലും ഉയർച്ചകളിലുമൊക്കെ അവർ അധികമായി ആഘോഷിക്കുന്നവരും ആനന്ദിക്കുന്നവരും പാവങ്ങളും സാധുക്കളും നിരപരാധികളുമായ ആളുകളെ പോലും അപമാനിക്കുവാനും ദുഷിക്കുവാനുമൊക്കെ അവർ മനസ്സുള്ളവരായി തീരുകയും ചെയ്യും. തൽഫലമായി മറ്റുള്ളവരാൽ അവർ അപമാനിക്കപ്പെടുന്നതിന് അത് കാരണമായി തീരുമെന്നും വിശുദ്ധ ബൈബിൾ ആധികാരികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഭർത്താവിനെക്കുറിച്ച് ഭാര്യ പറയുന്നതായ പദമുണ്ട്: അവന്റെ പേര് പോലെ തന്നെ ഭോഷത്വമാണ് അവന്റെ കൈവശമുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. നാബാൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. വെറും ഭോഷനായ മനുഷ്യനാണ്. നാബാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭോഷത്വം എന്നാണ്. ജീവിതത്തിനകത്ത് ഭോഷത്വം മാത്രം ഉണ്ടെങ്കിലും എല്ലാ നിലകളിലും അഭിവൃദ്ധികളും അനുഗ്രഹങ്ങളും ഉയർച്ചകളുമൊക്കെ ജീവിതത്തിനകത്തുള്ളതുകൊണ്ട് ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു വലിയ ഉത്സവം അവരുടെ വീട്ടിൽ വെച്ച് നടക്കപ്പെടുമ്പോൾ ദാവീദ് തന്റെ കൂടെയുള്ള ആളുകളെ അവരുടെ ആഹാര വസ്തുതയ്ക്ക് വേണ്ടി നാബാലിന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. നാബാലിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ദാവീദിന്റെ ഭൃത്യന്മാരെ നാബാൽ അപമാനിപ്പാനും ദുഷിക്കുവാനും നിന്ദിക്കുവാനുമൊക്കെ കാരണമായി തീർന്നതായ ചരിത്രം ഇവിടെ നമുക്ക് കൃത്യമായ തലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്ന വാക്കുകൾ, നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആരാണ്? ഇശായിയുടെ മകൻ ആരാണ്? യജമാനന്മാരെ വിട്ട് പൊയ്ക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ അകാരണമായി അപമാനിക്കുന്ന ഭോഷനായ നാബാലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ജ്ഞാനിയായ നാബാലിന്റെ ഭാര്യ കൃത്യമായി ദാവീദിന്റെ മുൻപിലേക്ക് വരുന്നതായ ദൃശ്യം നമുക്കറിയാം. അബീഗയിൽ ദാവീദിന്റെ അരികിൽ വന്ന് അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങി അവൾക്ക് ഭവിച്ചതായ വിപത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. അങ്ങനെ ദാവീദ് അവളോട് കരുണ കാണിച്ചു. എങ്കിലും ഭോഷനായ നാബാലിന്റെ ഭോഷത്വം നിമിത്തം താൻ അപമാനിതനായി ആ കുടുംബത്തിന്റെ തകർച്ചയുടെ ചരിത്രങ്ങളും അവിടെ നാം വായിക്കുമ്പോൾ ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട് എന്നത് നാം മറന്നുകളയരുത്. ജ്ഞാനിയായ ശലോമോനും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, എത്ര ഉയർച്ചയുണ്ടെങ്കിലും എത്ര നന്മയുണ്ടെങ്കിലും എത്ര വലിയവനാണെങ്കിലും കയ്യിലിരിക്കുന്നത് ഭോഷത്വമാണെങ്കിൽ പിന്നത്തേതിൽ നിങ്ങൾ ഒരു പരസ്യക്കോലമായി, ഒരപമാനമായി, ഒരു നിന്ദയായി തീരുന്ന കാലഘട്ടമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭോഷത്വം വിട്ട് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച്
ജ്ഞാനത്തോടെ ജീവിച്ച് അപമാനിതരാകുകയല്ല, ബഹുമാനമുള്ളവരെ തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം എന്നുള്ള ആഴമായ പ്രസ്താവനയാണ് ഇവിടെ ശലോമോൻ ഓർപ്പിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പോഷത്വം വിടാം, ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാം, അപമാനിക്കപ്പെടാതിരിക്കേണ്ടതിന്, ബഹുമാനിതരായി തീരേണ്ടതിന്, ദൈവത്തോടുകൂടെ വസിച്ച് ദൈവിക ജ്ഞാനം പ്രാപിച്ച് നമുക്ക് ജീവിക്കാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം എന്റെ കേൾവിക്കാരെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ പോഷത്വം വിട്ട് ഞങ്ങൾ ജ്ഞാനത്തിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പോഷത്വം ഞങ്ങൾ അപമാനിതരായിത്തീരുന്നതിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ബഹുമാനമുള്ളവനായി തീരേണ്ടതിന് ദൈവിക ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അതിനെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.